സംസ്ഥാനം ജനകീയാസൂത്രണത്തിന്റെ 30 വർഷങ്ങൾ ആഘോഷിക്കുകയാണ്. കേരളത്തിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്ന ശാരദാ മുരളീധരനാണ് ഇന്ന് ദേശാഭിമാനി ഓൺലൈനോടൊപ്പം ഉള്ളത്. അധികാരം താഴെത്തട്ടിലേക്ക് ജനങ്ങളുടെ കൂടെ പങ്കാളിത്തത്തോടുകൂടി വികസനം നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 1996 ജനകീയാസൂത്രണം വരുന്നത്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? ജനകീയാസൂത്രണ പദ്ധതിയിലേക്ക് പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇപ്പം 73-74 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വരികയും വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ പാരഡൈം, പ്രാദേശിക ഭരണത്തിൻ്റെ ഒരു പുതിയ പാരഡൈം ഉണ്ടാക്കുന്നതിനുള്ളൊരു അവസരമായിരുന്നു. അത് 1995 ആദ്യത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വരുന്നത്. അന്ന് ഞാൻ ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ്റിലായിരുന്നു. ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇതിനുള്ള തയ്യാറെടുപ്പ് എന്നുള്ളത് അന്ന് വ്യക്തിഗതമായിട്ട് വരുന്ന പരിപാടികളെല്ലാം തന്നെ, പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുക, അപ്പം അത് കൈമാറുന്നതിലേക്ക് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ പൂൾഡ് ഫണ്ട് SCPയിലൊക്കെ ഉണ്ടായി വന്നതിനുള്ള ഒരു കാരണം അതൊക്കെ തന്നെയായിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് ആ ഒരു ആശയത്തിലൊപ്പം എവിടെയാണ് ഏറ്റവും അധികം വ്യക്തികൾക്ക്, നാട്ടുകാർക്ക് ഡയറക്റ്റായിട്ട് ബെനിഫിറ്റ്സ് ഉണ്ടാകുക, അവിടെ നിന്ന് മാറി ഇത് നമ്മളല്ല, പദ്ധതികൾ കൂടി പോകേണ്ടതല്ല, ഈ തദ്ദേശ ഭരണത്തിൻ്റെ പുറകെയുള്ള ഉൾക്കാഴ്ച എന്ന് പറയുന്നത് വാസ്തവത്തിൽ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്നതിനുള്ള ഒരു ഭരണ സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ പ്രാദേശിക ആവശ്യത്തിന് മറുപടി ആണെങ്കിൽ പ്രാദേശിക ആവശ്യം എന്ത് എന്നുള്ളത് ജനങ്ങൾ തന്നെ പറഞ്ഞ് അപ്പോൾ അവരും തന്നെ പങ്കാളികളാകുന്ന ഒരു ഭരണം. അപ്പോൾ ആ രീതിയിലുള്ളൊരു ചിന്തയായിരുന്നു വാസ്തവത്തിൽ 96 അന്നത്തെ ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ ആശയമായിട്ട് വന്നത്. ഇതിന് മുന്നോടിയായിട്ട് തന്നെ കല്യാശ്ശേരി എക്സ്പെരിമെൻറ്റിൻ്റെ അനുഭവമുണ്ട്. ജനകീയാസൂത്രണം ഒരു വലിയ ക്യാമ്പയിനായിട്ട് പോവുകയാണെങ്കിൽ അതിനു മുമ്പ് നമുക്ക് സാക്ഷരതയുടെ ക്യാമ്പയിൻ്റെ അനുഭവമുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ചുറ്റുവട്ടത്താണ് നമുക്ക് ഈ ഒരു സംഗതി പോയത്. ഞാൻ ഓർക്കുന്നു, മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഒരു ഐഡിയ എന്നുള്ളത് എനിക്ക് കൊണ്ടുപോയില്ല. ഞാൻ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് അവിടെ എപ്പോഴും പറയുന്നത് പുതിയൊരു ലോകം ഉണ്ടാകുക. ഇപ്പം നമ്മുടെ യൂണിവേഴ്സ് എന്നുള്ളത് തന്നെ ബിഗ് ബാങ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ജനകീയാസൂത്രണമായാലും തദ്ദേശ വികേന്ദ്രീകൃത ഭരണമാണെങ്കിലും ഒരു ബിഗ് ബാങ് അപ്രോച്ച് വേണം എടുക്കാൻ. അപ്പം അതിൽ ബിഗ് ബാങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു എനർജീനെ അഴിച്ചു വിടുകയാണ്. ആ എനർജീനെ ഒരു പക്ഷേ നമുക്ക് കൃത്യമായിട്ട് അതെന്താണെന്ന്, എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ എല്ലാം അറിഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്കതിനുള്ള സമയം സാവകാശവും ഇല്ല, പോകുന്ന വഴി നമുക്ക് പഠിക്കാം എന്നുള്ള രീതിയിലാണ് അന്ന് ജനകീയാസൂത്രണം തുടക്കം കുറിച്ചത്. EMSന്റെ കൂടെ ഒരു വലിയ കാഴ്ചപ്പാടായിരുന്നു പിന്നെ ഉറപ്പായിട്ടും. അപ്പോ ഈ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ് നടത്തിയത്. അപ്പൊ ഇതിന്റെ ആസൂത്രണ സമയത്ത് അതിനെ കുറിച്ച് പറയാം. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ ജനകീയാസൂത്രണ പദ്ധതിയുടെ മൊത്തം പ്രവർത്തനത്തിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നില്ല ഞാൻ അന്ന്. ഇപ്പം കുറച്ചുകൂടി കാൽനടക്കാരിയായിരുന്നു. ഇപ്പം അത് ഫീൽഡിൽ അത് നടത്തിയെടുക്കാനുള്ള, അപ്പോൾ അതുകൊണ്ട് ഒരു ആബ്സ്ട്രാക്റ്റിൽ നമുക്ക് ഇപ്പം സെൻ കമ്മിറ്റി ഉണ്ടായി, ആശയമുണ്ടായി, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എത്ര ശതമാനം, ഇപ്പം പ്ലാനിൽ നിന്ന് ഒരു ശതമാനം അങ്ങ് നേരെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുക എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം മാത്രമല്ല, ഫങ്ഷണറീസ് എന്നാണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിനും എന്താണ് കിട്ടുക, എന്ത് മാനദണ്ഡം വെച്ചിട്ട് ഫണ്ട് ലഭ്യമാക്കുന്നു എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്, ഇതൊക്കെ നടത്തിയെടുക്കാനായിട്ട്, കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇവരെ ഷെഡ്യൂൾ 11-ലും 12-ലും നഗരങ്ങളും പഞ്ചായത്തും നഗര പ്രദേശങ്ങളിലും
എന്തൊക്കെ ആകാമെന്നുള്ളൊരു ഇതുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിയമനിർമ്മാണം നടത്തണം, അത് നടത്തിയെടുത്തു. അപ്പോൾ അത് നടത്തിയെടുക്കുമ്പോഴത്തേക്കും ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായി വരുന്നു. നയം രൂപീകരിക്കുന്നു, നിയമമായിട്ട് മാറുന്നു. ആ നിയമമായിട്ട് മാറ്റണമെങ്കിൽ അത് നടത്തിപ്പുകാർ വേണം. ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പുതുതായിട്ട് കയറി വരുന്നവർക്ക് ഭരണത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലല്ലോ. കേരളത്തിൽ എന്നാൽ പിന്നെ നിലവിലുള്ള പഞ്ചായത്ത് നഗര സംവിധാനങ്ങൾക്ക് അത്തരത്തിലുള്ള ഭരണം നടത്താനുള്ള കഴിവും കെൽപ്പും ഉണ്ടോ? ഇല്ല. കാരണം ജനകീയാസൂത്രണം ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിലെ പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്തുകളുടെ പട്ടികയിൽ പെടുത്താവുന്നതാണ്. യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും പ്രവർത്തനങ്ങളും വളരെ വളരെ ശുഷ്കമായിട്ടുള്ള ഒരു പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് വളരെ വിശാലമായിട്ടുള്ള പ്രവർത്തന മണ്ഡലത്തിലോട്ട് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പം എവറിത്തിങ്, അത് അക്കൗണ്ടിങ് മുതൽ എന്ത് മാനുവലാണ് ചെയ്യുന്ന പ്രോസസ്സസ് എന്താണ്, അത് നടത്തുന്നതിന് വേണ്ടിയുള്ള ആളുകൾ എന്താണ് എന്ന് മാത്രമല്ല, നമ്മൾ ഒരു സെക്ടറൊന്നും അല്ലല്ലോ, കുറേ അധികം സെക്ടറുകൾ അങ്ങ് തുറന്നു കൊടുക്കുകയല്ലേ. രണ്ടാമത്തത് ഇത് സെക്ടർ തുറന്നു കൊടുക്കുകയല്ലേ. അപ്പം നമ്മൾ നേരത്തെ പദ്ധതികൾ കൈമാറുമ്പോഴത്തേക്കും പദ്ധതിക്കൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രാദേശികമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പോൾ പദ്ധതി രൂപീകരണം മുതൽ തന്നെ ജനങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ നമുക്ക് പിടിക്കാനായിട്ട് പറ്റണം, അത് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇത് ചെയ്തു വരുമ്പോഴത്തേക്കും പല അപകടങ്ങളും ഒളിച്ചു കിടപ്പുണ്ട്. അപ്പം എന്ത് വേണം, എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള പൗരബോധം ഇല്ലാതെയാണ് പ്രോജക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വല്ലാതെ അത് ഗുണത്തിന് പകരം ദോഷം ചെയ്യും. അപ്പോൾ അത് ഒരു ലാർജറായിട്ടുള്ള സ്റ്റേറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും വികസനത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെ അകത്ത് നിൽക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് വരണം. പിന്നെ ഇത് സ്റ്റേറ്റിൻ്റെ കുറേ അധികം പൈസ അങ്ങോട്ട് പോകുമ്പോൾ ആ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് പൈസ പോയത് ആ മേഖലകളിൽ പ്രവർത്തനം സ്റ്റേറ്റും കുറയാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മേഖലകളിലൊന്നും സഫർ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പം അങ്ങനെ പോകുകയും നമ്മൾ ധാരാളം അഡ്ജസ്റ്റ്മെൻറ്റ്സ്, നിയന്ത്രണങ്ങൾ, തിരിച്ചറിവുകൾ ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ 33% സ്ത്രീകൾ വന്നു. അപ്പോൾ സ്ത്രീകൾ ഉടനെ ഭരണത്തിനോട്ട് കടന്നു വന്നതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ വിഷയങ്ങൾ പ്രാദേശിക പ്ലാനുകളിൽ ഉടനെ തന്നെ നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് തെറ്റ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് വനിതാ ഘടക പദ്ധതി കൊണ്ടുവരുന്നു, അതിന് അഡ്രസ്സ് ചെയ്യാനായിട്ട്. പിന്നെ അതുമാത്രമല്ല, ഒരു സബ്സിഡി എത്രയാണ് ഇപ്പം ഇപ്പം കോഴിക്കുഞ്ഞിനും ഇതിനു വേണ്ടി ഒരു നാട്ടിൽ ഒരു സബ്സിഡി, വേറൊരു നാട്ടിൽ മറ്റൊരു സബ്സിഡി. അപ്പോൾ അതിനെയൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രാദേശികമായിട്ട് എന്താണ്, അപ്പോൾ പ്രാദേശികതയുടെ സ്വഭാവം കളയാനും പാടില്ല, അതേ സമയത്ത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ വേണം തന്നെ. ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥരെ നമ്മൾ കൈമാറുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് ഓൾറെഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് ഇവിടെ നിർവഹിക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ പുനർനിർവചിക്കേണ്ടതായിട്ടുള്ള, അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ജനകീയാസൂത്രണ സമയം എന്ന് പറയുമ്പോൾ മൊത്തം ഒരു ഇല്ലാത്തൊരു സിസ്റ്റം പുതുതായിട്ട് ഗവർണൻസിനെ റീഇമാജിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഭയങ്കര ചങ്കുറ്റമുള്ള ഒരു തീരുമാനവും ആ തീരുമാനത്തിൻ്റെ പുറകിൽ അവർ പലർക്കും അതൃപ്തിയും, ഇത് എളുപ്പമൊന്നും ആയിരുന്നില്ല, പലർക്കും അതൃപ്തിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പലരുടെയും അധികാരം, പലരുടെ ഉത്തരവാദിത്തങ്ങൾ മാറി മറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം തന്നെ അതുപോലെ തന്നെ പലർക്കും ഭയങ്കര ആവേശവും. അപ്പോൾ ഇത് രണ്ടും മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ചലഞ്ച് ജനകീയാസൂത്രണത്തിന് തുടക്കത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം അതിൽ നിന്ന് വന്ന കുടുംബശ്രീ പോലുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. അതായത് വനിതകൾക്കും കൂടി പ്രാധാന്യമുള്ള, അപ്പം കുടുംബശ്രീയുടെ ആ ഒരു സമയത്ത് തന്നെ മാം തുടക്കം മുതൽ തന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരുന്നു? ഇല്ല, ഞാൻ കുടുംബശ്രീ പ്രസ്ഥാനം തുടങ്ങുന്നത് 98-ലാണ്. ഞാൻ 2006-ലാണ് കുടുംബശ്രീയിൽ ചാർജ് എടുക്കുന്നത്. പക്ഷെ 98-ല് ഞാൻ ജില്ലാ കളക്ടറാണ്. അന്ന് ജില്ലാ കളക്ടർമാർക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. DPC എന്ന നിലയ്ക്കും പിന്നെ കുടുംബശ്രീ ജില്ലയിലെ കുടുംബശ്രീ മിഷൻ ഇവിടെ സെറ്റായി വരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രാമവികസന കമ്മീഷണറായി. അപ്പോൾ അവിടെയും സ്വയം സഹായ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അപ്പം അങ്ങനെ കുടുംബശ്രീയായിട്ട് എനിക്ക് തുടക്കം മുതൽ തന്നെ കുടുംബശ്രീയും സ്വയം സഹായ സംഘങ്ങൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ, അന്ന്
സമതാ സംഘങ്ങൾ എന്നുള്ളത് എനിക്ക് വനിതാ ഘടക പദ്ധതിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ വനിതാ ഘടക പദ്ധതി എങ്ങനെയാണ് അർത്ഥവത്തായിട്ട് നടപ്പിലാക്കിയെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് കൂലങ്കഷമായിട്ട് ആലോചിച്ച ഒരു ജില്ലയാണ് അന്ന് തിരുവനന്തപുരം ജില്ല. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ വനിതാ ഘടക പദ്ധതിക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനങ്ങളൊക്കെ ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഏർപ്പെടുത്തിയതൊക്കെ പിന്നീട് സ്റ്റേറ്റ് തലത്തിൽ അത് അഡോപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീകളുടെ സ്വയം സഹായ സംഘ പ്രസ്ഥാനത്തിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് തദ്ദേശഭരണങ്ങൾക്ക് സാധിക്കുക എന്നുള്ളത് ആയിരുന്നു അന്നത്തെ ആദ്യത്തെ അന്വേഷണം. പിന്നെ കുടുംബശ്രീയിലോട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള അന്വേഷണം തിരിച്ചായിരുന്നു. തിരിച്ചെന്നല്ല, ഇപ്പോൾ കുടുംബശ്രീയും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഒരു സാമൂഹിക സംഘടനാ സംവിധാനം, പാവപ്പെട്ടവരുടെ ആൻഡ് ലോക്കൽ ഗവൺമെൻറ്, ഇവർ രണ്ടുപേരും ഉപോത്ബലകമായിട്ട് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത്. കാരണം പവർ ഹൈറാർക്കീസ് ഉണ്ട്, കമ്മ്യൂണിറ്റിയുടെ അതിൻ്റെ ഒരു പല തരത്തിലുള്ള പൊളിറ്റിക്കൽ നാവിഗേഷനൊക്കെ നമുക്കവിടെ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ എന്നിരുന്നാലും ഇത് ഇപ്പം ഒരു സിനർജി കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ പല പല കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ബോധ്യം വെച്ചുകൊണ്ട് തന്നെ ഈ പങ്കാളിത്തം എന്ന് വെറും സാന്നിധ്യമല്ല, സാന്നിധ്യത്തിനപ്പുറത്തെ പങ്കാളിത്തത്തിലേക്ക് ഒരു സംഘടനാ സംവിധാനത്തിന് എങ്ങനെ മാറാൻ പറ്റും. ഈ പങ്കാളിത്തത്തിന് അത് ചിലപ്പോൾ ക്രിട്ടിക്കലാവുകയും ചെയ്യും. ഈ പങ്കാളിത്തത്തിനെ ഉൾക്കൊള്ളാനായിട്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രാപ്തരാകും, അവർ അതിനെങ്ങനെ വികസനത്തിന് വേണ്ടി മുതലെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെയൊക്കെ പരീക്ഷണങ്ങളുടെ സമയമായിരുന്നു. അപ്പം ഈ ഒരു ഇതിൽ നിന്ന്, ഈ ജനകീയാസൂത്രണത്തിൽ നിന്നെല്ലാം കിട്ടിയ ഒരു ഔട്ട്കം എന്തായിരുന്നു നമ്മുടെ കേരളത്തിന്? അതായത് വളരെ എന്താ പറയുക, മാതൃകയാക്കി വെക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു നമ്മുടെ കേരളത്തിലെ ജനകീയാസൂത്രണം. എന്താ പറയുക, ദാരിദ്ര്യം കുറയ്ക്കുന്നത്, പൊതുജനാരോഗ്യം, സ്കൂളുകൾ, അതൊക്കെ തന്നെ ഏറ്റവും എന്തായിരുന്നു അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരുന്നു? പലതരത്തിലുള്ള ഔട്ട്കംസ് ഉണ്ട്. ഇപ്പം നമുക്ക് വളരെ പ്രകടമായിട്ടുള്ള ഔട്ട്കം ആദ്യത്തെ ഒരു 5 വർഷത്തിനകത്ത് തന്നെ പ്രകടമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഔട്ട്കം എന്നുള്ളത് സാനിറ്റേഷനിലാണ്, ശുചിത്വത്തിലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഓർക്കുന്നില്ല. പക്ഷേ ജനകീയാസൂത്രണത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നമ്മുടെ കക്കൂസുകളുടെ കവറേജ് എന്ന് പറയുന്നത് 60%. എന്ന് പറഞ്ഞാൽ 40% അടുപ്പിച്ച് സ്വയം വീട്ടിൽ കക്കൂസില്ലാത്ത വീടുകളാണ് കേരളത്തിലുണ്ടായിരുന്നത്. അത് 90% മേളിൽ കേവലം ഒരു 3-4 വർഷം കൊണ്ടുണ്ടായത് അന്ന് ഈ ജനകീയാസൂത്രണത്തിൻ്റെ അകത്ത് വന്ന ആ ഫണ്ടിൻ്റെയും അതിൻ്റെയും ഒരു ഡയറക്ഷൻ, ആ ഫണ്ട് ഫ്ലോയിൻ്റെ ഡയറക്ഷൻ നമ്മൾക്ക് ആദ്യമേ കാണാനായിട്ട് സാധിച്ചു. ആരോഗ്യം ശുചിത്വം എന്നുള്ളത് വളരെ പ്രകടമായിട്ട് ഗ്രാമസഭകളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഡിമാൻഡ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ജനകീയാസൂത്രണം ഇപ്പം ഈ ഒരു തദ്ദേശ ഭരണം കേരളത്തിൽ വാസ്തവത്തിൽ 96-ന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മുടെ ഈ ഹെൽത്തും എഡ്യൂക്കേഷൻ, സോഷ്യൽ കോപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് എല്ലാ പഞ്ചായത്തിലും ഇത് സാർവത്രികമായി എന്നുള്ളതാണ്. യൂണിവേഴ്സലായിട്ട് നമുക്ക് എവിടെയാണെങ്കിലും ഈ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് സർവീസ്. ഇതിപ്പം പണ്ടൊക്കെ നമ്മൾ മലബാറിനെ കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മലബാറിൽ പോകാൻ പേടിക്കുക, അവിടെ കറണ്ട് ഇല്ല, അവിടെ ലൈറ്റ് ഇല്ല, അവിടെ വിദ്യാഭ്യാസം മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും സ്റ്റേറ്റിൻ്റെ അകത്ത് തന്നെ നിൽക്കണം, മലബാറിലോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇപ്പോൾ അതൊക്കെ മാറി. അപ്പം അന്ന് നമ്മൾ കണ്ടിരുന്നതും അതാണ്, ഏറ്റവും അധികം വികസനത്തിനുള്ള ഒരു ആർത്തി ഉണ്ടായിരുന്നത് വടക്കൻ ജില്ലകളാണ്. കാരണം അവിടെയാണല്ലോ അത് ഏറ്റവും കൂടുതൽ ആവശ്യം, വളരെ പ്രകടമായിട്ടുള്ള ആവശ്യം ബോധ്യപ്പെട്ടു. അപ്പം ഫൈനലി ഞങ്ങളുടെ കയ്യിൽ പൈസ തരുന്നത്. മറ്റത് ഇങ്ങനെ ഒരിക്കലും പെർക്കുലേറ്റ് ചെയ്യില്ല. ഈ ഡ്രിപ്പ് ഡൗൺ എന്നുള്ള നിലയ്ക്ക് അത് വളരെ കുറച്ച് മാത്രമേ ഈ പെരിഫറിയിലോട്ട് എത്തുന്നുള്ളൂ. ഇപ്പം പെരിഫറി എന്നൊന്നും ഇല്ല. പെരിഫറി ഇല്ലയെന്നല്ല, നേരെ തിരിച്ചാണ്. അപ്പം പെരിഫറിയിൽ നിൽക്കുന്നവർക്ക് വാസ്തവത്തിൽ അവർക്ക് നോർമേറ്റീവായിട്ട് തന്നെ കൂടുതൽ പൈസ പോകുന്ന ഇപ്പോൾ വികസനം കുറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് കൂടുതൽ പൈസ വരുന്ന ഒരു നോർമേറ്റീവായിട്ടുള്ള ഒരു സംഗതി നമ്മൾ ഇപ്പം സിസ്റ്റം സെറ്റ് ചെയ്തു. അപ്പോൾ അത് ആക്ച്വലി കളർ ബ്ലൈൻഡാണ്. കളർ ബ്ലൈൻഡ് എന്നല്ല പറയുന്നത്, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ആരാണ് ഇപ്പം രാഷ്ട്രീയ കളറൊന്നും നോക്കിയല്ല ഫണ്ടുകൾ പോകുന്നത്. ആ നാടിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കിറ്റി
നമ്മൾ ലഭ്യമാക്കി കൊടുക്കുന്ന സംവിധാനം. സോ ഈ ഗവൺമെൻറ്റിൽ നമ്മൾ ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി എന്ന് പറയുമല്ലോ, വികസനം ഉണ്ടാകണം, പക്ഷെ അത് നീതിപൂർവമാകണം. അത് ഇക്വിറ്റബിൾ ആയിട്ടുള്ളൊരു ഗ്രോത്ത്, എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു നിൽക്കുന്നവർ, ആക്സസ് കുറഞ്ഞു നിൽക്കുന്നവർക്ക് അവരുടെ ആ ഒരു ലാഗിനെ കവർ ചെയ്യുന്ന വിധം അവരിലേക്ക് എത്തി വരുന്ന വികസനം, ഇത് കേരളത്തിൽ നമുക്ക് സാധ്യമാക്കാനായിട്ട് സാധിച്ചു. ഇപ്പം ഞാൻ ഓർക്കുന്നു, അന്ന് ഞാൻ ജില്ലാ കളക്ടറായിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള പ്രോജക്റ്റ്, അപ്പം പല ആവശ്യങ്ങളും ഉന്നയിക്കുമ്പോൾ അത് കേൾക്കാനും അത് ബോധ്യപ്പെടാനും അതിന് റെസ്പോണ്ട് ചെയ്യാനും ഉള്ള വിധത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വന്നു. ആശയം വന്നത് ഇത് കാരണമാണ്. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീയുടെയും ശക്തി രണ്ടും കൂടി ബന്ധിപ്പിച്ചപ്പോഴാണ് നമുക്ക് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവരെ സഹായിക്കാമെന്ന് നമുക്ക് ഒരു നിലപാടിലോട്ട് കൊണ്ടുവരാനും ഇൻ്റർവെൻഷൻ നടത്താനും. ഹൗസിങ്, ഇൻഡിവിജ്വൽ ബെനിഫിറ്റ്സ് എന്ന് എനിക്ക് ജനകീയാസൂത്രണത്തിന് മുമ്പും ശേഷവും നമുക്ക് കമ്പാരിസണേ ഇല്ല. വ്യക്തിഗതമായിട്ടുള്ള സപ്പോർട്ടുകളിലൊക്കെ വീണ്ടും ഏറ്റവും അധികം ആളുകളിലേക്ക് ഓരോ വാർഡിലെ ആളുകൾക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കാനായിട്ട് ഇത് സാധിച്ചു. മറ്റത് കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനങ്ങളാകുമ്പോൾ അതൊരിക്കലും നമുക്ക് ഈ രീതിയിൽ അത് എക്വിറ്റബിൾ ആക്കാനായിട്ട് പറ്റിയിരുന്നില്ല. സിറ്റിക്കകത്തും പുറത്തുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തിയെടുക്കുക, സ്കൂളുകളിലും സ്കൂളുകളിലും ആശുപത്രികളിലും ഉള്ള സൗകര്യങ്ങൾ കുറച്ചുകൂടി ലഭ്യമാക്കുക, പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടുവരുന്നതിലേക്കൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയായിരുന്നു ജനകീയാസൂത്രണത്തിൽ കൂടി നമുക്ക് നേടിയെടുക്കാൻ പറ്റിയത്. അപ്പം കുട്ടികളിലേക്ക്, വയോജനങ്ങളിലേക്ക്, ഡിസേബിൾഡ് ആയിട്ടുള്ളവരിലേക്ക്, നമ്മൾ സംസ്ഥാന തലത്തിൽ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ മൈഗ്രൻ്റ് ലേബർ, അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് തദ്ദേശ ഭരണത്തിലാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം സംസ്ഥാന തലത്തിൽ അതൊരു വിഷയമായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ പ്രാദേശികമായിട്ടൊരു വിഷയമാകുന്നു. ആലോചിച്ച് തുടങ്ങിയ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് നമുക്ക് ഉണ്ടാകുന്നു, ആ സംഘർഷം ഉണ്ടാകും. ഞാൻ ഓർക്കുന്നു, ഞാൻ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുത്തിട്ട് ജില്ലാ DPCസുമായിട്ട് ജില്ലാ പ്ലാനിങ് ആസൂത്രണ സമിതിയുമായിട്ടുള്ള മീറ്റിങ്സ് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റുമാരെല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് നമ്മളുടെ അടുത്ത് വന്നു, നമുക്ക് ഒരുമിച്ച് ഇതിനുള്ള ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതിന് മുൻപ് തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അതൊരു വിഷയമായി കണ്ടു കഴിഞ്ഞിരുന്നു. അവർ ഇലക്ട്രിക് ഫെൻസിങ്ങിനെ കുറിച്ച്, സോളാർ ഫെൻസിങ്ങിനെ കുറിച്ച് പറയുന്നു, ഗർത്തങ്ങളെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ കമ്പാരിറ്റീവ് മെറിറ്റുകളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് സംസ്ഥാന തലത്തിൽ മനസ്സിലാവുന്നതിനപ്പുറത്തേക്ക് ഓൾറെഡി വിഷയത്തിലോട്ട് അവരുടെ ശ്രദ്ധ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ആ രീതിയിലൊരു റെസ്പോൺസീവ് ഗവർണൻസ് എന്താണ് എന്നുള്ളത് ലോകത്തിന് മുമ്പാകെ വളരെ പ്രകടമായിട്ട് തന്നെ കാഴ്ചവെക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഇപ്പം ഓരോ വിഷയങ്ങളിലേക്കും അപ്രോച്ച് ചെയ്യുമ്പോഴായിരുന്നു അതിൻ്റെ ഘടകമായിട്ട് മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി എത്തണമെന്ന് ആലോചിച്ചിരുന്നത്? അതോ മുൻപ് തന്നെ ഒരു ചട്ടക്കൂട് ഉണ്ടായിരുന്നു, ഇന്നൊക്കെ വിഷയങ്ങൾ നമ്മൾ ഇതാക്കണം എന്നുള്ളത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ പാരഡൈമാണ്. അപ്പം ആ പാരഡൈം നമുക്ക് എത്രത്തോളം നമ്മൾ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ ഓർക്കുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്ന് ഒരു 100 ലക്ഷം രൂപ, 1 കോടി രൂപ സോഷ്യൽ ഫോറസ്ട്രി എന്നും പറഞ്ഞിട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ട് നീക്കി വെച്ചത് അവർ ബഡ്ജറ്റിൽ അതങ്ങനെ കാണിച്ചു, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്കിതിൽ കാര്യമൊന്നുമില്ല, തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ കൈമെത്തി. തദ്ദേശഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ ഇതെന്തോ സോഷ്യൽ ഫോറസ്ട്രി, ഇതെവിടെ ഫണ്ട്, ഏത് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും. അപ്പോൾ തുടക്കത്തിൽ അപ്പോൾ ഇതിൻ്റെ കൺഫ്യൂഷൻ്റെ ലെവൽ എത്രയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്താണ് പ്രശ്നം, പരിഹരിക്കണം, നമുക്ക്
ഈ പൈസ നീക്കി വെച്ചിരിക്കുന്ന ചിലവാകുന്നേ ഇല്ല എന്നും പറഞ്ഞിട്ട് അന്നത്തെ സെക്രട്ടറിനെ വിളിപ്പിച്ചത് അതിൻ്റെ പരിഹാരം കാണാൻ പറ്റുമോ എന്ന് നോക്കി. അപ്പോൾ ഞാനപ്പോൾ കാണുന്നത് ബഡ്ജറ്റിൽ നിന്ന് ഇതെങ്ങനെയാണ് തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ കയ്യിൽ വരിക, ഏത് തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ കയ്യിൽ വരണം, എത്രത്തോളം വരണം, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ആയിരിക്കണം. അപ്പോൾ ഉത്തരവുണ്ട്, ഉത്തരവിൽ നമ്മൾ സോഷ്യൽ ഫോറസ്റ്റ് എന്നാൽ എന്ത് എന്നുള്ളതിനപ്പുറം പിന്നെ ഈ പൈസ നിങ്ങളുടെ അവിടെ കിടക്കുകയാണ്. പക്ഷെ അത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം വകുപ്പ് തലങ്ങളിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഇടത്തിൽ നിന്ന് ഇന്ന് ഇപ്പം നമ്മൾ ദുരന്ത നിവാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം റവന്യൂ ആകാം, ഹെൽത്ത് ആകാം, ശുചിത്വമാകാം, പിന്നെ പോലീസാകാം, വിവിധ സഹകരണ സംഘങ്ങളും അവരുടെ സപ്പോർട്ടാകാം, സ്കൂളുകളാകാം, ഷെൽട്ടേഴ്സ് ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടി ഷെൽട്ടേഴ്സ് സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഫുഡ് ആകാം. നമ്മൾ ഏത് വകുപ്പ് എടുത്തു നോക്കിയാലും എല്ലാത്തിനെയും ക്രോഡീകരിച്ച് നടപ്പിലാക്കുന്നതിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ ബൃഹത്തായിട്ടുള്ള പങ്കാണ്. കോവിഡിൻ്റെ നടത്തിപ്പ് മുഴുവനും നമ്മുടെ ഫോക്കസ് തദ്ദേശഭരണ തലത്തിൽ CFLTC ആകട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സെൻറ്റേഴ്സ് ആകട്ടെ, ഇതിനു വേണ്ടിയുള്ള ക്യാമ്പയിൻസ് ആകട്ടെ, മൈഗ്രൻ്റ് ഹെൽത്തിന് ആൾക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആകട്ടെ, ഇതിന് ഓക്സിജൻ സിലിണ്ടേഴ്സ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആകട്ടെ, ആംബുലൻസ് സർവീസുകൾ റെഡിയാക്കുന്നതിന് വേണ്ടി ആകട്ടെ, എന്തിനു വേണ്ടിയും ഇപ്പം ഫണ്ടും കണ്ടെത്തി അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഈ വീടാന്തരം ചെന്ന് അന്വേഷിച്ച് നമ്മൾ റിവേഴ്സ് ക്വാറന്റൈൻ ഉൾപ്പെടെ ഉള്ള ഇപ്പം ഐസൊലേഷനൊക്കെ തന്നെ സീനിയർ സിറ്റിസൺസിൻ്റെ ഹെൽത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം, ഇത് എല്ലാം നിലച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആഹാരം വീടുകളിൽ എത്തിക്കുക, മരുന്നുകൾ വീടുകളിൽ എത്തിക്കുക, സ്ഥലങ്ങൾ ശുചിയായിട്ട് വെക്കുക, മരണപ്പെടുന്നവരുടെ ഇത് മറവ് ചെയ്യുക, അതിൻ്റെ ഈ കോൺടാക്ട് ട്രേസിങ് നടത്തുക, എല്ലാ പ്രവർത്തനങ്ങളിലും കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഭയങ്കര പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് മാറി. പ്രത്യേകിച്ച് ഒരു ക്രൂഷ്യൽ പീരീഡ് കൂടെ ആയിരുന്നല്ലോ കോവിഡിൻ്റെ ആകുമ്പോൾ. കോവിഡ് ആകട്ടെ, ഫ്ലഡ്സ് ആകട്ടെ, 2018 ഫ്ലഡ്സിന് ശേഷമാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള റോള് ദുരന്ത നിവാരണത്തിൽ കൊണ്ടുവന്നത്. അത് ഇന്ന് രാജ്യസഭയുടെ കമ്മിറ്റി അത് വളരെ പോസിറ്റീവായിട്ട് കണ്ടിരിക്കുന്നു. കേരളത്തിൽ പ്രാദേശികമായിട്ട് വന്നിട്ടുള്ളായിരുന്ന പ്ലാനുകൾ, അതിനുള്ള തയ്യാറെടുപ്പുകൾ, അതിനുള്ള പരിശീലനങ്ങൾ, ഇതൊക്കെ ആപ്താമിത്ര എന്നുള്ളതൊക്കെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫീൽഡും ഇതും സംസ്ഥാനവുമായിട്ടുള്ള കണക്റ്റ് എത്ര ശക്തമായിട്ടും എത്ര ഭംഗിയായിട്ടും നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ള ഒബ്സർവേഷൻ രാജ്യസഭയുടെ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അഗൈൻ ഇത് മറ്റൊരിടത്തും ചെയ്തില്ല, കേരളത്തിലാണ് ചെയ്തത്. എന്തുകൊണ്ട് ചെയ്തു? കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്. ആൻഡ് ഈ സംവിധാനത്തിന് പ്രാദേശികമായിട്ട് നമ്മൾ ഡോക്ടർ ആവട്ടെ, നേഴ്സാവട്ടെ, ടെക്നീഷ്യൻ ആവട്ടെ, മത്സ്യബന്ധന തൊഴിലാളികളായിക്കോട്ടെ, എന്താവശ്യത്തിനുമുള്ള ആൾക്കാർ എങ്ങനെയും അറിയിക്കാനും ലഭ്യമാക്കാനും അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും കഴിയുന്ന മറ്റൊരു സംവിധാനം ഇല്ല. അത് കേരളത്തിൽ പ്രാവർത്തികമായി വിജയിച്ചു എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഫ്യൂച്ചർ എന്താണ്? ഇപ്പം ഞാൻ വിജയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പരാജയങ്ങൾ ഇഷ്ടംപോലെയുണ്ട്, വെല്ലുവിളികൾ ഇഷ്ടംപോലെയുണ്ട്. നമ്മളിതിനെയൊക്കെ ഒരു സ്ട്രക്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കും. സ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഊർജവും ചൈതന്യവും ഒക്കെ തന്നെ അറ്റുപോകും. ആൻഡ് അതിപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് 95-ലെ 96-ലെ സ്ഥിതിയിലല്ല 2026. നമ്മുടെ ആവശ്യം കാലം മാറി, കാലാവസ്ഥ മാറി, നമ്മുടെ അവസ്ഥ, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ മാറി. അപ്പോൾ കുറേയൊക്കെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നമ്മൾ എത്തേണ്ട അടുത്ത് നമ്മൾ എത്തിച്ചു. ഇനിയിപ്പോൾ കുറേ കൂടി ഈ ഡേറ്റാ ബേസ്ഡ്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത്. പുതിയ സമയം, പുതിയ കാലം, പുതിയ വെല്ലുവിളികൾ, അതിനൊത്തുള്ള പുതിയ പ്രവർത്തനം. അപ്പോൾ ഡേറ്റാ ബേസ്, AI കാര്യമൊക്കെ ഇന്ന് ധാരാളം സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ടെക്നോളജി ഡ്രിവൻ ആയിട്ടുള്ള, ഇൻഫർമേഷൻ ഡ്രിവൻ ആയിട്ടുള്ള, സാറ്റലൈറ്റ് ഇമേജറി വെച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കാനുണ്ട്. നാടിൻ്റെ നമുക്ക് വെള്ളം എവിടെ കിട്ടും, എപ്പോൾ വറ്റും, എവിടെ വറ്റും,
എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. പൊല്യൂഷൻ നടക്കുന്നത് എവിടെ, ആര് നമ്മുടെ ജലാശയങ്ങൾ പൊല്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതിനനുസൃതമായിട്ട് നടപടിയെടുത്ത് മുന്നോട്ട് പോകാം. പിന്നെ ഞാൻ പെഡസ്ട്രനൈസേഷൻ്റെ കാര്യം പറഞ്ഞു തന്നെ, 138 നമുക്ക് ഹൈ അറ്റ് റിസ്ക് കോറിഡോഴ്സ് ഉണ്ട്. ആ കോറിഡോഴ്സ് ഉള്ള പ്രദേശങ്ങളിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അവരുടെ പദ്ധതി അതിനനുസൃതമായിട്ട് ഡെവലപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ഡേറ്റ ഡ്രിവൻ ആയിട്ടുള്ള, ഇൻഫർമേഷൻ ഡ്രിവൻ ആയിട്ടുള്ള, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലാനിങ് മാത്രമല്ല, നടത്തിപ്പ് ഉറപ്പാക്കണം. വികസനത്തിൽ ആളുകൾ പങ്കാളികളാണെന്ന് പറഞ്ഞാലും ആ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ, ഒരു കാലം കഴിയുമ്പോൾ അത് ഒരു പ്രഹസനമായിട്ട് മാറാനുള്ള അപകടമുണ്ട്. പ്രഹസനമായിട്ട് മാറാൻ പാടില്ല. ഒരു പക്ഷേ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിന് പൂർണ്ണമായിട്ട് മാറി ചിന്തിക്കാനായിട്ടുള്ള ഒരു സംഗതിയെ ഉണ്ടാകേണ്ടതുണ്ട്. ഓക്കെ മാം, താങ്ക് യു.